ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ കലണ്ടറിന്റെ ആരംഭമാണ് കൂദോസ് ഈത്തോ, ശുദ്ധീകരണത്തിന്റെ ഞായറാഴ്ച. ശുദ്ധീകരണത്തിന്റെ ഞായറാഴ്ചയെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ദ ഗോസ്പൽ നമ്മൾ വായിച്ചു കേട്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അവിടെ പ്രധാനമായിട്ട് പറയുന്നത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. ശിഷ്യന്മാരോട് ചോദിച്ചു, നമ്മളോട് ചോദിക്കുന്നു. ഒന്നാമത് ചോദിക്കുന്നത്, ജീസസ് asked the disciples to tell him who others say he is. എപ്പോഴും അങ്ങനെയാണല്ലോ, മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറയും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് പറയും. So they replied, you are John the Baptist, you are Jeremiah the prophet. അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. അപ്പോ ജനത്തിന്റെ നോട്ടത്തിൽ ഒരു പ്രവാചകനാണ്, ഒരു ദീർഘദർശിയാണ്, ഒരു വിപ്ലവം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. എ പേഴ്സൺ ഹു ബ്രിങ്സ് എ റെവല്യൂഷൻ, എ പ്രോഫറ്റ്, എ റിവൈവൽ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്, ഒരു പരിവർത്തനം കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ കർത്താവ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ശരി, വാട്ട് യു സേ ദാറ്റ് ഐ ആം? ഇനി നിങ്ങൾ ഞാൻ ആരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ മശിഹായാണ് എന്ന് പറയുന്നു. കർത്താവ് പറയുന്നു, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി തന്നെ. ഇറ്റ് ഈസ് നോട്ട് റിവീൽഡ് ബൈ ദ വേൾഡ്ലി നോളജ് or by the flesh or the spirit of the body, but by my Father in heaven. അപ്പോൾ ദൈവത്തിന്റെ ഒരു റെവലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു ആരാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. ഇത് നമ്മളോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Is our God, is our Redeemer, how, when എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ കഴിഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് ഇസ് എ ഗോഡ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ടു അസ്? ക്രിസ്ത്യാനികളാകുന്ന നമുക്ക് അതെങ്ങനെയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ളതാണ്. അതിന് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ഓരോന്നും ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. കർത്താവ് പറയുന്നു, നീ പാറയാകുന്നു. ഏത് പാറയാണ്? നീ ഏറ്റുപറഞ്ഞ വിശ്വാസം പാറയാണ്. എന്നിട്ട് തന്നെ താൻ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. ഇത് ക്രിസ്തീയ സഭകളിൽ അധികാരവും അവകാശവും സ്ഥാപിക്കുവാൻ വേണ്ടി വലിയ തർക്ക വിഷയങ്ങളാണ്. പത്രോസ് പാറയായിരുന്നു, പത്രോസിന്റെ മേലാണ് സഭ പണിതു എന്നൊക്കെ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് വേദോസ്തം നോക്കിയാൽ കാണും. Rock does not refer to the person of Peter, but to the confession of the faith. പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസമാണ് പാറ എന്ന് പറയുന്നത്. The true rock and foundation upon which the church is established is Lord Jesus Christ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ
റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 33-ലും 1 പത്രോസ് 2:6-ലും പറയുന്നത്, Behold, I lay in Zion a stumbling block of offense, and whoever believes on him will not be put to shame. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവാണ് പാറ. ആ പാറമേലാണ് സഭ പണിതേക്കുന്നത്. പത്രോസ് തന്നെ പറയുന്നത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം, The book of Acts chapter 4 verse 11-ൽ പറയുന്നത്, This is the stone which was rejected by you builders, which has become the chief cornerstone. യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ്, The precious cornerstone, a sure foundation stone. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, Indeed, that rock was Christ. 1 Corinthians chapter 10 verse 4. 1 Corinthians 10:4 പൗലോസ് ശ്ലീഹായി അത് പറയുന്നു. So Christ is the rock on the foundation on which the apostles are built, and on top of that we all believers are all living stones by which the church is built. അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. കർത്താവ് Jesus tells his disciples, Don't tell anyone that I am the Son of God, I am the Messiah. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ശിഷ്യന്മാര് ഇത് ഏറ്റു പറഞ്ഞെങ്കിലും മശിഹ ആരാണെന്നും ദൈവത്തിന്റെ പുത്രന്റെ ദൗത്യം എന്താണെന്നും അവരിതിനെ ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അവരെ അത് പഠിപ്പിക്കുന്നത്. ജീസസ് ടീച്ചേഴ്സ് ദം. ഇത് കഴിഞ്ഞ ഉടനെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ യെരൂശലേമിലേക്ക് പോകും, അവിടെ അവനെ പിടിക്കും, അവനെ കുരിശിൽ തറയ്ക്കും, അവൻ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ പത്രോസ് അവനെ ഒരു സൈഡിലോട്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇതരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാചകം നമുക്കറിയാം, സാത്താനി നീ എന്റെ പിന്നാലെ പോകും. നിന്റെ ചിന്ത മനുഷ്യരുടെ ചിന്തയാണ്, ദൈവത്തിന്റെ ചിന്തയല്ല. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. കർത്താവിന്റെ കൂടെ നടക്കുന്നവരാണെങ്കിൽ പോലും വിശ്വാസികളായിരിക്കുന്ന നമ്മൾ, there is every chance, one moment you can be the mouthpiece of God, and the other moment you can be the mouthpiece of the devil. ഒരു നിമിഷം ദൈവത്തിന്റെ ഉപകരണമായിരിക്കാം, മറ്റൊരവസരത്തിൽ പിശാചിന്റെ വായു പിശാചിന്റെ ഉപകരണമായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ സാധിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ കർത്താവ് കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകുന്നു. പത്രോസിന് മാത്രമല്ല, എല്ലാ ശിഷ്യന്മാർക്കും നൽകി. ഈ അധികാരം സഭയിൽ കൂടി ഇന്ന് സഭയിലാണ് നിൽക്കുന്നത്, പരിശുദ്ധ പൗരോഹിത്യത്തിലാണ് നിൽക്കുന്നത്. സ്ലീഹന്മാരുടെ കൈവപ്പ് മൂലം മേൽപ്പട്ടക്കാരിലും പട്ടക്കാരിലും വന്ന് സഭയിൽ ഇന്ന് അത് നിലനിൽക്കുന്നു. ക്രിസ്തുവിന്റെയാണ് പൗരോഹിത്യം, ക്രിസ്തുവിന്റെയാണ് അധികാരം. നമ്മൾ ഈ ഉത്സവ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴൊക്കെ ചൊല്ലുന്നത് കർത്താവിന്റെ അധികാരത്താണ്. സത്യാനുതാപത്തോടുകൂടി ഏറ്റുപറഞ്ഞിരിക്കുന്ന പാപങ്ങൾക്ക് മോചനം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉത്സവ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ വീട്ടിലിരുന്ന് കുമ്പസാര പ്രാർത്ഥനയ്ക്ക് മുമ്പേ ഉള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഏറ്റുപറയേണ്ടതൊക്കെ ഏറ്റുപറഞ്ഞിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ വരുന്ന കാരണം, വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒന്നും ഏറ്റുപറഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഉത്സവ പ്രാർത്ഥന അങ്ങോട്ട് വന്നേച്ച് അത് ഇങ്ങോട്ട് തിരിച്ചിങ്ങി പോയി. ആ ഉത്സവ പ്രാർത്ഥന
എഫക്റ്റീവ് ആകണമെങ്കിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ അവിടെ കാണുന്നു, അതിനെ പാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന് സന്ദർഭോചികമായിട്ട് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. സഭയിൽ ഈ അധികാരം ഇന്ന് നിലനിൽക്കുന്നു. അത് നമുക്കത് അനുഗ്രഹത്തിന് ആയി തീരണം. എന്നാൽ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കൈവപ്പ് പ്രാർത്ഥന, പൗരോഹിത്യത്തിന്റെ കൈവപ്പ് പ്രാർത്ഥന, സെന്റ് ജോൺ ക്രിസോസ്റ്റം, നിങ്ങൾക്ക് കുർബാന കേൾക്കുമ്പോൾ അങ്ങനെ വ്യത്യാസമൊന്നും അറിയത്തില്ല, സ്വർണ്ണനാവുകാരനായ മാർ ഇവാനോസിന്റെ തക്സായാണ് ഇന്ന് ഉപയോഗിച്ചത്. ഏറ്റവും മനോഹരമായിട്ടുള്ള തക്സ. അദ്ദേഹം ഒരു പുരോഹിതനാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഒഴിഞ്ഞുമാറി. അതിന് ചില കാരണങ്ങളൊക്കെ പറയുന്നു, പിന്നീട് ആയി. അതിനകത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Wise men do not blame the steel for murder. നമുക്കറിയാം, സ്റ്റീൽ കൊണ്ടാണ് കടാര ഉണ്ടാക്കുന്നത്. With steel you make dagger, sword, knife, everything. But wise men do not blame the steel for murder, nor wine for drunkenness, nor strength for outrage, nor courage for reckless daring. But they say that those who make a wrongful use of the gifts of God are to be blamed and punished them accordingly. For the priestly office might just accuse us of not handling it rightly. It is not to blame itself for the evils. On the contrary, we, for our part, have defiled it with so many stains by entrusting it to ordinary men, who acquire it without first acquiring knowledge of their own souls or considering the gravity of the work, and they infect people with countless ills. അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് എനിക്കറിയാം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അർഹതയില്ലാത്തവര്, സ്വയം ബോധമില്ലാത്തവർ, ദൈവത്തെ കണ്ടിട്ടില്ലാത്തവർ, സ്വയം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്തവരുടെ മേൽ പൗരോഹിത്യം വെച്ചിരിക്കുന്നത് കൊണ്ട് പൗരോഹിത്യത്തെ കുറ്റം പറയാൻ ഒക്കത്തില്ല. എന്നാൽ അത് തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ ദൈവം ശിക്ഷിക്കും എന്നുള്ളതാണ്. വീണ്ടും ക്രിസോസ്റ്റം പറയുന്നത്, what is the source from which you suppose that all the disorder arises in the churches? The only source is the careless and random way in which the prelates are chosen. സൂക്ഷിച്ച് പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്, സമാസന്മാര്, അച്ഛന്മാര്, മേൽപ്പെട്ടക്കാര്. അങ്ങനെ സൂക്ഷ്മതയില്ലാതെ പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് സഭയിൽ ഇത്രയും അധപ്പതനം വന്നിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇന്ന് അതിനേക്കാൾ 100 ഇരട്ടി അത് മോശമായിട്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒന്നുമില്ലാത്ത കൈ കൊണ്ട്, ഒന്നുമില്ലാത്ത തലയിൽ
കൈവച്ചാൽ എന്ത് ലഭിക്കും? ഒന്നും ലഭിക്കത്തില്ല. കൊച്ചി ബാബയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗീവർഗീസ് സെക്കൻഡ് ബാബ ദേവനെ കുറിച്ച് 1953 in 1953 when he was ordaining 5 bishops, he fasted and prayed 40 days and nights. രാവിലെ നമസ്കാരം കഴിഞ്ഞ് വെയിലത്തിറങ്ങി നിൽക്കും, സൂര്യൻ അസ്തമിക്കുന്നിടം വരെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കഠിന തപസ്. അപ്പൊ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഉപവസിച്ചാൽ പട്ടം കൂടെ നടക്കത്തില്ല. അപ്പോ ആ പിതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞാൻ വിചാരിക്കും. നമുക്ക് സ്ഥാനമൊക്കെ ഉണ്ട്, പക്ഷെ സ്ഥാനത്തിന്റെ അധികാരം ഉപയോഗിക്കണമെങ്കിൽ there should be substance in us. ഇന്ന് ലോകമൊക്കെ, ഇന്നലെ ഞാൻ വായിക്കുമായിരുന്നു, UK-യില് 500-ൽ കൂടുതൽ ദേവാലയങ്ങൾ, ചർച്ചസ് ആർ ക്ലോസ്ഡ് and more than 490 mosques are open. എന്താ കാരണം? ദേവാലയത്തിൽ ആൾക്കാർക്ക് വരാൻ താല്പര്യമില്ല. 1200 പേർക്ക് സംബന്ധിക്കാൻ കഴിയുന്ന ദേവാലയത്തിൽ വരുന്നത് 12 പേരാണ്. ഇത് UK-യിൽ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഇങ്ങനെയാണ്. ദേവാലയങ്ങളൊക്കെ മറ്റ് ആരാധന കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ്. ഒന്നുമില്ലെങ്കിൽ ക്ലബ് ഹൗസായിട്ടും കോഫി ബാറായിട്ടൊക്കെ മാറുകയാണ്. എന്തായാലും കാരണം, ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കപ്പെടുന്നവർ, പുരോഹിതന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കപ്പെടുന്നവർക്ക് ക്രിസ്തീയ മൂല്യമില്ല. നമുക്കറിയാം, ഇസ്ഹാക്ക് യാക്കോബിന്റെ മേൽ കൈവച്ച് അനുഗ്രഹിച്ചു. യാക്കോബ് കളിപ്പിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ മൂത്ത മകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ഹാക്ക് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം യാക്കോബിനെ ഇസ്രായേലാക്കി, 12 ഗോത്രങ്ങളാക്കി. അവന്റെ പേര് ഇന്നും നിലനിൽക്കുന്നു. മാതാപിതാക്കളായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ അവർക്ക് അനുഗ്രഹം കിട്ടുമോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമ്മളിൽ അല്പമെങ്കിലും ദൈവികത്വം ഇല്ല ഉണ്ടേ എങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് മാമോദീസായിൽ തലത്തൊടുന്ന ആളിന്റെ പ്രാധാന്യം. പലപ്പോഴും നമ്മൾ പറയുന്നത് തലത്തൊട്ടവന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു പാസിംഗ് റെഫറൻസ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പണ്ട് പിതാക്കന്മാര് അവരുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുമായിരുന്നു. ഇന്ന് നമ്മളെ ചെയ്യത്തില്ല. ഇന്ന് നമ്മളെ കൂടി എന്താ പറയുന്നത്? നീ ശരിയാകത്തില്ല, ഗുണം പിടിക്കത്തില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പണ്ട് പിതാക്കന്മാര്, അമ്മമാര്, അപ്പന്മാര് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുമായിരുന്നു. അതൊരു അനുഗ്രഹമായിരുന്നു. പണ്ട് ടീച്ചേഴ്സ്, അധ്യാപകര് അവരുടെ വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമായിരുന്നു. അപ്പൊ എവിടെയാണ്? എല്ലാത്തിനും നഷ്ടപ്പെട്ടു വരികയാണ്. മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കില്ല. If value is lost, everything is lost. നമുക്കറിയാം, ഈ നമ്മുടെ പഴയ 1000-ന്റെ നോട്ടൊക്കെ മാറ്റിയപ്പോൾ കെട്ടുകണക്കൻ നോട്ടുകൾ ഗട്ടറിലൊക്കെ കൊണ്ടെറിഞ്ഞു. എന്താ കാരണം? വിലയില്ലാതായിപ്പോയി. അതുവരെ സേഫിനകത്തിലും ലോക്കറിലും ഒക്കെ സൂക്ഷിച്ചതാണ്. വിലയില്ലാതായി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അറിയും? ഒന്നിൽ ട്രാഷ് അല്ലെങ്കിൽ കച്ചടക്കകത്തിലോ അല്ലെങ്കിൽ ഗട്ടറിൽ കളയാനോ പറ്റുന്നു.
ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന് വന്നിരിക്കുന്ന വലിയൊരു വീഴ്ച അതാണ്. ക്രിസ്തീയ ദാമ്പത്യ ജീവിതത്തിൽ വിലയില്ല, മൂല്യമില്ല. ഭർത്താക്കന്മാർക്ക് ഒരു ഭർത്താവിന്റെ ഗുണമില്ല, ഭാര്യമാർക്ക് ഭാര്യമാരുടെ ഗുണമില്ല, പിതാക്കന്മാർക്ക് പിതാക്കന്മാരുടെ ഗുണമില്ല, അമ്മമാർക്ക് അമ്മമാരുടെ ഗുണമില്ല. പിന്നെ ആരെ അനുഗ്രഹിക്കും? പരസ്പരം തല്ലിക്കീറി ചാകുന്ന ഒരവസ്ഥ. വിശുദ്ധനായ ഇഗ്നാത്യോസ് പറയുന്നത്, where there is a bishop, there is a church. അതായത് ഞങ്ങൾ അച്ഛന്മാര് വലിയ വായിലൊക്കെ പ്രസംഗിക്കും. പക്ഷെ വിശുദ്ധനായ ഇഗ്നാത്യോസ് വീണ്ടും പറയുന്നു, where there is no Christ, there is no church. ക്രിസ്തു ഇല്ലാത്തടത്ത് ക്രിസ്തുവിന്റെ സഭയില്ല. ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു ഇല്ലാത്തടത്ത് ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെ കാണും? ക്രിസ്തു ഇല്ലാത്തടത്ത് ക്രിസ്തുവിന്റെ ജീവൻ എങ്ങനെ കാണും? ക്രിസ്തീയ സഭയ്ക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ചയാണ്. ഇന്നിപ്പോ ഞാൻ നോക്കുമായിരുന്നു, വന്നിരിക്കുന്നതൊക്കെ സീനിയേഴ്സാണ്, വളരെ കുറച്ച് യങ്സ്റ്റേഴ്സേ ഉള്ളൂ. ഈ യുവതലമുറ ദേവാലയത്തിൽ വരുമെന്നും നമ്മൾ ആരാധിച്ച ദൈവത്തെ ആരാധിക്കുമെന്നും എന്തൊരു ഗ്യാരണ്ടി ഉണ്ട്? ഒന്നുമില്ല. നല്ലൊരു ശതമാനം പോയി കഴിഞ്ഞു. എന്താ കാരണം? ചെറുപ്പത്തിലെ അവർക്ക് നമ്മളെ ട്യൂഷൻ ക്ലാസ്സും കോച്ചിങ് ക്ലാസ്സും അവരാഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്തു. ഞാനും അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ല, ക്രിസ്തുവിനെ കൊടുത്തില്ല. ക്രിസ്തുവിനെ കൊടുക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറി. അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന്, ഈ ഭൂമിയുടെ മുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭൂതോഷിത്വം എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ ഞായറാഴ്ച. ശരിയായ ശുദ്ധീകരണം വരുന്നത് ക്രിസ്തു നമ്മളിൽ നിറയുന്നതാണ്. ഇന്നത്തെ പഴയ നിയമലേഖനത്തിൽ വായിച്ചു, യെശയ്യാ പ്രവാചകൻ തന്റെ ശുദ്ധിക്രോധനെ കുറിച്ച് നിലവിളിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഒരു ദൂതൻ അഗ്നിക്കരണമെടുത്ത് അവനെ തൊടുന്നു. അവൻ ശുദ്ധിയുള്ളവരാണ്. ഇതന്നെ നമ്മൾ പറയുന്നത്, ശ്രാപ്പികളെ കണ്ടേശായ അഗ്നിവേന്മാർ ആരെയും നോക്കി വിറച്ചിടുന്നു, അവരെ മേശി അപ്പം വീഞ്ഞായി നീങ്ങാറുന്നു. ഈ കുർബാന അനുഭവിക്കുന്നത് കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ചാൽ അടുത്ത ചോദ്യം കർത്താവുണ്ട്, ആര് നമുക്ക് വേണ്ടി പോകും? Who will be my witness in this world? ആര് എനിക്ക് വേണ്ടി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും? അതിന് നമുക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കും. ഞാൻ പോകാം, ഞാൻ ജീവിക്കാൻ കർത്താവേ എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമെങ്കിൽ ശരിക്കും ശുദ്ധീകരണം നമ്മൾ പ്രാപിച്ചു. ഭൂതോഷിത്വം നമുക്ക് ജീവിതത്തിൽ അർത്ഥമുള്ളതായിത്തീരും. പരിശുദ്ധ മാതാവിനത് സാധിച്ചു. കണ്ടാൽ ഞാൻ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ സാക്ഷ്യത്തിനായിട്ട് അർപ്പിച്ചു. നമുക്കതുപോലെ അർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമായി തീരും. ആരെയും കുറ്റം പറഞ്ഞല്ല. സഭയുടെ ഇന്നത്തെ അവസ്ഥ, ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഭയിൽ ഒരു നവീകരണം, ഒരു ചൈതന്യം, ഒരു പുതുക്കം ഉണ്ടാകുവാൻ വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി എല്ലാവരും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.